ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് GCK. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പാത്വേ ആയ സിംഗിൾ മേജർ വിത്ത് മൈനർ പാത്വേ ആണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക, അതിനുശേഷം ഇത് കാണുക. ഓക്കെ, അപ്പോൾ സിംഗിൾ മേജർ വിത്ത് മൈനർ പാത്വേ. അപ്പോൾ സിംഗിൾ മേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ഡിസിപ്ലിനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മേജർ കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. ആ മേജർ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് 68 ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കണം. അടുത്തത് മൈനർ കോഴ്സസ് ആണ്. അതിന് ടോട്ടൽ 24 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് മൈനർ കോഴ്സസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 12 ക്രെഡിറ്റ്സ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു തരാം. സിംഗിൾ മേജർ ഇംഗ്ലീഷ് വിത്ത് അറബിക് മൈനർ എന്നാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് 68 ക്രെഡിറ്റ്സ് ഉള്ള മേജർ കോഴ്സസ് നിങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 12 ക്രെഡിറ്റ്സ് ഉള്ള ഒരു കോഴ്സ് ചെയ്യുന്നു. അതുപോലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 4 ക്രെഡിറ്റ്സ് ഉള്ള ഒരു കോഴ്സ് ചെയ്യുന്നു. ഇക്കണോമിക്സിൽ നിന്ന് 4 ക്രെഡിറ്റ്സ് ഉള്ള ഒരു കോഴ്സ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 ക്രെഡിറ്റ്സ് ഉള്ള ഒരു കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെടുത്ത കോഴ്സിനാണ് 12 ക്രെഡിറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ പേര് വരുമ്പോൾ സിംഗിൾ മേജർ ഇംഗ്ലീഷ് വിത്ത് അറബിക് മൈനർ എന്നായിരിക്കും വരിക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്രെഡിറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ 68 + 24 തന്നെയാണ്. പക്ഷേ മൈനർ കോഴ്സസിൻ്റെ കാര്യത്തിൽ 12 ക്രെഡിറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ്റെ പേരായിരിക്കും നിങ്ങളുടെ ഡിഗ്രിയോടൊപ്പം ഉണ്ടായിരിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത പാത്വേയുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.